ശാഖ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനൊക്കെ 5 വയസ്സ് മുതൽ പോകാൻ തുടങ്ങിയതാ. ശാഖയിൽ പല കളികളുണ്ട്. അതിലൊരു കളി ഞാൻ പറയും, കബഡി. നമ്മളെങ്ങനെയാ കബഡി കളിക്കുക? കബഡി എന്നല്ലേ പറയാ. എന്നാൽ RSSന്റെ കബഡി എന്ന് പറഞ്ഞാൽ നടുക്കൊരു വര വരക്കും. ഇപ്പുറത്ത് പാകിസ്ഥാൻ, ഇപ്പുറത്ത് ഹിന്ദുസ്ഥാൻ. എന്നിട്ട് എങ്ങനെയാ? കബഡി എന്നാണോ പറയാ? അല്ല, മേ ഹിന്ദ് മേ ഹിന്ദ് മേ ഹിന്ദ്. അങ്ങനെ പറഞ്ഞ എന്താ? ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവാണ്. എന്നിട്ട് പാകിസ്ഥാനിലേക്ക് പോകും. പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാൻകാരനെ ഇങ്ങനെ തൊട്ടാൽ പാകിസ്ഥാൻകാരൻ മരിച്ചു. ഇനി തൊടാതെ വന്നാലോ പോയവൻ മരിച്ചു. അതിന്റെ പേരാണ് വീരമൃത്യു. ഇതാ ശാഖയിലെ കളി. എങ്ങനെയുണ്ട്? ഈ കളി കളിച്ച നരേന്ദ്രമോദി പിന്നെ എന്താ ചെയ്യേ? ഇനി ചില വിശേഷാൽ വർഗുകളുണ്ട്. ഞാനൊക്കെ അത് കഴിഞ്ഞതാ, സുബഹൊക്കെ അത് കഴിഞ്ഞതാ. ആ വിശേഷാൽ വർഗിന്റെ പ്രത്യേകത എന്താ? രാജസ്ഥാനിലൊക്കെ ഞാനൊക്കെ അവിടെ നിന്നാ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കാട്ടില് ഒരു 7 മണിയാകുമ്പോ ആ കാട്ടിലങ്ങ് പോകും. 10-50 സ്വയം സേവകന്മാർ പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും യേശുക്രിസ്തുവിന്റെയും പ്രതിമ ഇങ്ങനെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ മരത്തിന്റെ താഴെ. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളെ കണ്ണ് കെട്ടും. എന്നിട്ട് ദണ്ഡയുടെ നീളമുള്ള വാള് നമ്മുടെ കയ്യിൽ തരും. എന്നിട്ട് ആ വാള് കൊണ്ട് മുഹമ്മദ് നബിയുടെയും യേശുക്രിസ്തുവിന്റെയും കഴുത്തിങ്ങനെ അടയാളപ്പെടുത്തി തരും. ഇങ്ങനെ വാള് കൊണ്ട് ഇങ്ങനെ ആ ലെങ്ത് കറക്റ്റായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തും. എന്നിട്ട് നമ്മളെ ആ കണ്ണ് കെട്ടിയിട്ടല്ലേ ഉണ്ടാകുക. എന്നിട്ട് ഒരു തിരിതിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി മുഹമ്മദ് നബിയുടെയും യേശുക്രിസ്തുവിന്റെയും കഴുത്തറക്കണം. അങ്ങനെ അറുത്താൽ ഡോക്ടർ കേശവ ബൽറാം ഖഡ്ഗേവാറിന്റെ വെങ്കല പ്രതിമ സമ്മാനമായി കിട്ടും. എന്റെ വീട്ടില് ഈ പ്രതിമ 5 എണ്ണം ഉണ്ട്. സുബഹിന്റെ വീട്ടിലും ഉണ്ട്. നരേന്ദ്രമോദിക്ക് പിന്നെ വീടില്ലാതുകൊണ്ട് പറയാൻ പറ്റുന്നാലും എത്രയുണ്ടാവും ഈ 65 കൊല്ലത്തിനിടയിൽ? അങ്ങനെയുള്ള നരേന്ദ്രമോദിക്കും അങ്ങനെയുള്ള അമിത്ഷയ്ക്കും മതനിരപേക്ഷത ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആരെയാണ് പ്രതീക്ഷ? രാഷ്ട്രപതിയെ പ്രതീക്ഷയുണ്ടോ? ഇല്ല. പ്രധാനമന്ത്രിയെ പ്രതീക്ഷയുണ്ടോ? ഒട്ടുമില്ല. ഇനി ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതി നമുക്ക് അത്ര വിശ്വാസമുണ്ടോ? എന്തായിരുന്നു അയോധ്യ കേസിലെ വിധി? ഞാൻ സുപ്രീം കോടതിയുടെ മുന്നിൽ ഒരു കഥ പറയാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് അയോധ്യ കേസിലെ വിധി തോന്നിയത്. എന്താ കഥ? ഒരു കോഴിയും എലിയും തമ്മിൽ ഒരു അപ്പം വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തി. കോടതി എലിയോട് ചോദിച്ചു, ആരാണ് ഈ അപ്പത്തിന് അരി വാങ്ങിച്ചത്? കോഴിയാ വാങ്ങിച്ചത്. അരി മാവാക്കിയതാരാ? അതും കോഴിയാ. ശർക്കര വാങ്ങിച്ചതോ? അതും കോഴിയാ. തേങ്ങ വാങ്ങിച്ചത്? അതും കോഴിയാ. അപ്പം ചുട്ടതാരാ? അതും കോഴിയാ. എല്ലാം കേട്ട ശേഷം കോടതി പറഞ്ഞു, ഈ അപ്പത്തിന്റെ പൂർണ്ണ അധികാരം കോഴി കാണുന്നിരിക്കെ ഈ അപ്പം എലിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നതുപോലെയല്ലേ അയോധ്യ കേസിലെ വിധി? അപ്പൊ നമുക്കറിയാം പ്രതീക്ഷ. ഈ നീതിന്യായ വ്യവസ്ഥിതിക്കും പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കുമെല്ലാം അപ്പുറത്താണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വിശ്വാസം.